ഒരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി, കോ പവർഡ് ബൈ മിൽക്കി മിസ്. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 4ാം വാരത്തിലോട്ട് കടക്കുകയാണ്. 14 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഈ സംഗീത യാത്ര തുടങ്ങിയത്. ഇപ്പോൾ 12 പേരാണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. ഇവരിൽ ആരൊക്കെ അടുത്ത വീക്കിലോട്ട് കടക്കും, അടുത്ത റൗണ്ടിലോട്ട് സേഫായി ലാൻഡ് ചെയ്യുമെന്നൊക്കെ ഇന്നത്തെ അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ 12 മ്യൂസിക്കൽ വൈസും പുറകിൽ പാട്ടുപാടി നിങ്ങളെ ഞെട്ടിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് സമയം കളയാതെ നമ്മുടെ മത്സരം തുടങ്ങുകയാണ്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ 1 ഡ്യുവറ്റ് റൗണ്ട്, 2 എവർഗ്രീൻ ഹിറ്റ്സ്. ഈ 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ 12 മ്യൂസിക്കൽ വൈസ് അവരുടെ ഈ സംഗീത പോരാട്ടത്തിൽ മാറ്റൊരുക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ തകർപ്പൻ പെർഫോമൻസിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ അവരുടെ തകർപ്പൻ പെർഫോമൻസുകൾക്ക് വിധി എഴുതാനുള്ള നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം മധുമഞ്ജരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ മത്സരേട്ടാ, മഞ്ജരി നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മെഗാ ഫൈനലിലേക്ക്. പക്ഷെ അല്ല, നമുക്ക് അവിടെ 3 സീറ്റ് ഉണ്ട്. സാധാരണ 3 ജഡ്ജസ് ഉണ്ടാവാറുണ്ട്. ചേച്ചി നിങ്ങളുടെ കൂടെ വന്നില്ല? ഇല്ല, ഞങ്ങൾ കൊണ്ടുവന്നില്ല. ഞാൻ മധുമഞ്ജരി എന്ന് വിളിക്കുമ്പോ നിങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് ചേച്ചി വരുമെന്ന് വിചാരിച്ച ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. അപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ എൻട്രി കൊടുക്കാം. ചേച്ചി ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ച്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ആശാ ശരത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആശാ ചേച്ചി, പ്ലീസ് വെൽക്കം. सोनी रूप तेरा मस्ताना लगता रे, ओ रब्बा मेरे मस्त नैन दीवाना करता रे. मन्नो सोनी रूप तेरा मस्ताना लगता रे, ओ रब्बा मेरे मस्त नैन दीवाना करता रे. सजनी दुल्हन तो प्यारी कितनी सलोनी रे, तेरा बिन जीने लगता रे. माही वे तू ना शर्माना रे, अखिया तेरे ये क्यों कतराए रे.
എവിടെയായിരുന്നു ദേ നമ്മുടെ മധുമഞ്ചരിയുടെ പാട്ട് പോലെ തന്നെ ചേച്ചിയുടെ ഡാൻസും കലക്കി. അതെ, സൂപ്പർ. സൂപ്പർ ചേച്ചി. ഡാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജസ്റ്റ് ആ കുട്ടികളോട് ഇങ്ങനെ നടന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് ചുമ്മാ നടന്നപ്പോഴത്തേക്ക് ഒരു വലിയ ഡാൻസ് ആയിട്ട് തോന്നി ഞങ്ങൾക്ക്. ചേച്ചി വെറുതെ കൈയൊന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അത് ഡാൻസ് ആവും. അപ്പൊ ശരിക്കും ഡാൻസ് ചെയ്തിരുന്നെങ്കിലോ? സൂചിച്ചു. അപ്പൊ ചേച്ചി, അപ്പൊ ദാ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലേക്ക്. ഇതാ നമ്മൾ 4ാം വാരത്തിലേക്ക് എത്തി നിൽക്കുവാണ്. ചേച്ചിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാ ഈ 4th വീക്കിൽ എത്തി? ഓരോ ആഴ്ച കഴിയുന്തോറും എന്ത് രസമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പാടി വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ, ഓരോ പ്രാവശ്യം പുതിയ പുതിയ സർപ്രൈസസ് ഉണ്ടാവും. ഇത്തവണ എന്താണ് സർപ്രൈസ് എന്ന് കാണാനും കേൾക്കാനും കാത്തിരിക്കുകയാണ്. ഇപ്പോ 12 മ്യൂസിക്കൽ വോയിസ് ആണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം മത്സരിക്കുന്നത്. ഇതിൽ ആരൊക്കെ സേഫ് ആകും, ആരൊക്കെ ഇവിടെ നിന്ന് എലിമിനേറ്റ് ആകും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ പെർഫോമൻസിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അറിയാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ചേച്ചി, പിന്നെ വേറൊരു കാര്യം, ചേച്ചി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, മുണ്ടെടുക്കാൻ പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ഒരു ബന്ധമില്ലാതെ നാടൻ ലുക്ക് ആശ പറഞ്ഞപ്പോ എന്തൊരു അനുസരണ, എന്തൊരു അനുസരണമുള്ള ആളാന്ന് നോക്കി ആശ പറയേണ്ടി വന്നു. അതെ, ആശ ചേച്ചി അതിന്റെ പുറകിലുണ്ട്. വെറുതെ അല്ല, ആശ ചേച്ചി എന്റെ സ്വന്തമാണ്. അപ്പൊ ആശ ചേച്ചി മനസ്സിലാവണം കല്യാണ ചെറുക്കന്റെ ഗെറ്റപ്പ് എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത്. സത്യം, ഞാൻ ഇന്ന് ഇതൊക്കെ മാറി മിറന്റെ മുമ്പിൽ നിന്നപ്പോ എന്താ ഇപ്പൊ ഇവരെ പിടിച്ച് കെട്ടിക്കാലോ എന്നൊരു തോന്നല് എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഫീൽ ചെയ്തത്. അത് ശരി, എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഓക്കെ, ആണോ കേട്ടത്? ഞാനാണോ പറഞ്ഞത്? അതെ, ഒരു അശരീരി കേട്ടു. അത് ആശയുടെ ശബ്ദം. ഓക്കെ, അപ്പൊ എന്തായാലും 3 പേരും ജഡ്ജ് ചെയ്യാൻ റെഡി ആണല്ലോ? നമ്മുടെ മത്സരാർത്ഥികളും റെഡിയാണ്, ഞാനും റെഡിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ പോവാല്ലേ? മഞ്ജുചേട്ടാ, മഞ്ജിനി, ഇത്രയധികം സ്വീറ്റ്സ് ഡെയിലി കഴിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് നമ്മുടെ മത്സരാർത്ഥികളോടൊക്കെ സ്വീറ്റ് ആയിട്ടൊക്കെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്? മഞ്ജിനിക്ക് ജീവിതത്തിലെ സ്വീറ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുന്നത്? സത്യം ആ മനസ്സ് മുഴുവൻ മധുര. അതെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷമോ ഇതൊക്കെ വന്നപ്പോ മധുരെടുത്ത് കഴിച്ചാൽ മതി, പിന്നെ അപ്പൊ മാറും മനസ്സ്. നല്ല സന്തോഷം. എല്ലാരോടും സ്വീറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലേ? അതെ. എന്നാ നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കണ്ടല്ലോ. കാണണല്ലോ, നമ്മളൊക്കെ സ്വീറ്റ്സ് കഴിച്ചാൽ അത് ഫുൾ സ്വീറ്റ് ആണ്. അതെ, മധുചേട്ടാ കൂടുന്നുണ്ടോ? പഞ്ചാര കൂടുന്നുണ്ടോ? സത്യത്തിൽ. ആണോ? പണ്ട് മുതലേ പേരിലുണ്ടല്ലോ മധു. ഇഷ്ടംപോലെ മധുരം കഴിക്കും, ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിക്കും. ഷുഗർ ചെക്ക് ചെയ്യാറോ? ഷുഗറൊന്നും ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. അപ്പൊ ആ സന്തോഷത്തിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരാർത്ഥി വിളിക്കാം. ഇനി മത്സരാർത്ഥി വരുന്നത് ഡ്യുവറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. അപ്പോ ഡ്യുവറ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മള് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഒരു കിഡിലൻ സിംഗറും ഉണ്ട് കൂടെ. നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും. ആതിര വിജിത്ത് ആൻഡ് ജോബി ജോൺ. ഇത്തവണ ഞാൻ ഡ്യുവറ്റ് റൗണ്ട് ആണ് പാടാൻ പോകുന്നത്. എൻ്റെ കൂടെ പാടുന്നത് ജോബി ചേട്ടനാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡേഞ്ചർ സോണിലാണ്. ഇത്തവണ ഡേഞ്ചർ സോണിൽ പെടാതെ ഞാൻ മാക്സിമം നന്നായിട്ട് പാടും തന്നെയാണ് എൻ്റെ വിശ്വാസം. അമ്പോ, ഇതാരാ? അതെ, റോക്ക് സ്റ്റാർസ് 2 പേര്. അതെ, കൊള്ളാലോ. ജോബി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം. കുറെ നാളായി കണ്ടിട്ട്. അതെ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും ജോബി ചേട്ടാ, അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വേദിയിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാളികൾക്ക് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജോബി ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ മ്യൂസിക്കൽ വൈഫ്? അടിപൊളി, നല്ല പ്രോഗ്രാമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കണ്ടസ്റ്റന്റ്? എങ്ങനെയുണ്ട് നമ്മുടെ പ്രാക്ടീസ് സമയത്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആള്? നന്നായിട്ട് അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അതില ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. மச்சான பாருங்கடி, தெச்சிப்பூவே தெங்காசி பூவே மச்சான பாருங்கடி. வாயோ வாயோ നീ എൻ മാറിച്ചായോ, മഞ്ഞൾ പൂത്താലി തരാം, നിന്റെ മാരനായി കൂടെ വരാം.
ലാലലലാ, ലാലലലാ, ലാലാ. ആഴ്വാങ്കോവിൽ കൊടിയേറാറായി നിറനിറച്ചോളം കൊയ്യാൻ നേരമായി. കൊട്ടും പാട്ടും പുറവേ വേണം, കുളിരുള്ള കല്യാണത്തിൻ കാലമായി. താഴം പൂമൊട്ടുണ്ടേ, തഞ്ചാവൂർ പട്ടുണ്ടേ, പിന്നെ മാവാരം പൂമയിൽ ചാർത്താം. ചെല്ലച്ചെമ്മാനച്ചെപ്പിലൊരിത്തിരി കുങ്കുമമുണ്ടേ, കൊഞ്ചം കടമായി തരുമോ തരുമോ? പൊന്നും മിന്നും കൂടാരം വേണ്ട, പൊള്ളാച്ചി തേവരല്ലേ. വായോ വായോ നീ എൻ മാറിൽ ചായോ. മാർഗഴി മാസമല്ലേ, മാട്ടുപൊങ്കലൻ നെഞ്ചിലല്ലേ. അരയാൽ കൊമ്പിൽ കുറുകും കുയിലേ, മണിയറവാതിൽ ചാരാൻ നേരമായി. ഇനിയും പാലായി കുതിരും നിലവേ, കിഴക്കിനി മച്ചിൽ നിന്നും മാഞ്ഞു പോയി. കിന്നാരം ചൊല്ലാതെ, കിന്താന്തം കാട്ടാതെ, ചുമ്മാരാരാടും നിന്നാടും കണ്ടാൽ. ആരും മുത്താത്ത മുത്തണി മുന്തിരി കിങ്ങിണിത്തായോ. നീ നിൻ ചുണ്ടത്തെ മധുരം തരുമോ? തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാന പാറുങ്കടി. വായോ വായോ നീ എൻ മാറിൽ ചായോ. മഞ്ഞൾ പൂത്താലി തരാം, നിന്റെ മാരനായി കൂടെ വരാം. പൊന്നും മിന്നും കൂടാരം വേണ്ട, പൊള്ളാച്ചി തേവരല്ലേ. വായോ വായോ നീ മാറിൽ ചായോ. മാർഗഴി മാസമല്ലേ, മാട്ടുപൊങ്കലൻ നെഞ്ചിലല്ലേ. വെരി ഗുഡ് വെരി ഗുഡ്. ജോബി, ആതിര, ജോബി ചേട്ടാ, ആതിര രണ്ടുപേരും കലക്കി. you, നല്ല thank you. പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അതെ അതെ. തകർത്തു. താങ്ക് യു. അപ്പൊ എന്തായാലും ആതിര നന്നായി പാടാൻ പറ്റിയോ? ജോബി ചേട്ടന്റെ സപ്പോർട്ട് പെർഫോമൻസിൽ ഗുണം ചെയ്തോ? ഗുണം ചെയ്തു. ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് ചോദിക്കാം. മതി ചേട്ടാ. ജോബി, ആതിര, ചേട്ടാ രണ്ടുപേരും സൂപ്പറായിരുന്നു. വളരെ നല്ല എനർജി ഉണ്ടായിരുന്നു പാടുന്നതില്. ജോബിയുടെ വോയിസും എനിക്ക് ഇഷ്ടമായി. ആതിര സർ, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ഇത് ഒരു കാലത്ത് ഗാനമേളകളിൽ കിടന്ന് വിലസിയിരുന്ന പാട്ടാണ്. എല്ലാം മിക്കവരും ഈ പാട്ട് പാടും. ഞാനും പാടാറുണ്ട്, ഇപ്പോഴും പാടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ പാട്ട് പാടാറുണ്ട്. നല്ല പഞ്ചുള്ള പാട്ടാണ് സ്റ്റേജിൽ. ആതിര പാടിയതൊക്കെ എനിക്ക് ഭൂരിഭാഗം ഇഷ്ടപ്പെട്ടു. അതിൽ കുറച്ച് പിച്ച് വേരിയേഷൻ, ചില നോട്ട്സ് ചില സമയത്ത് എത്തുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് വായോ വായോ എന്നുള്ളിടത്ത് ചില സ്ഥലത്ത് ആ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ പലവി കഴിഞ്ഞിട്ട് ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ, ചിരിച്ചോണ്ട് പാടിയത്. അത് കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പൊ ഈ മാർക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ടൈറ്റായി സംഭവം. മത്സരം ഇങ്ങോട്ട് മുറുകി. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. മഞ്ജരി, ആദ്യം ജോബി ഗംഭീരം. താങ്ക് യു സോ മച്ച്. ജോബി ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആതിരയ്ക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. ആതിരയുടെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത് ലോ രജിസ്റ്റേഴ്സ് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പാടുന്ന സമയത്ത് ബാക്കി ടോൺ വരുമ്പോൾ ഭയങ്കര ലൗഡാണ് ആതിര. അതുകൊണ്ട് താഴെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാ വേണ്ടത്. താഴെയുള്ള നോട്ട്സ് പുറത്ത് വരാൻ പാടാണെങ്കിൽ മൈക്ക് കുറച്ചുകൂടെ അടുത്ത് വെക്കണം. ഓക്കെ, എന്നാലും അതിൻ്റെ മേലെ വർക്ക് ചെയ്യണം ആതിര. കാരണം ഇനി ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ടുകളൊക്കെ താരസ്ഥായി ആയാലും കീഴ്സ്ഥായി എല്ലാം നമ്മൾ ഒരുമിച്ച് പാടണ്ടേ, ഒരേ മോഡുലേഷനിൽ കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള ഈ കോമ്പറ്റീഷനിലേക്ക് എനിക്ക് തരാവുന്ന ഒരു സജഷൻ. ഓക്കെ, അതർവൈസ് ഈ പെർഫോമൻസ് ഗംഭീരായിരുന്നു. താങ്ക് യു. ചേച്ചി, ആതിര ജോബി നല്ല മിടുക്കിയായിട്ട് പാടി. മോളും നല്ല കോൺഫിഡൻസ് സിംഗറാണ്. ശ്രദ്ധിക്കുക, അവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും
വിന്നർ ആവാൻ സാധ്യതയുള്ള, എൻ്റെ മനസ്സിലൊരു സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടുക. താങ്ക് യു ജോബി, വന്നതിലും കണ്ടതിലും. അപ്പൊ ജോബി ചേട്ടാ, അപ്പോ താങ്ക് യു സോ മച്ച്. തിരക്കൽക്കിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തി. അപ്പൊ എന്തായാലും ഇവിടെ വീണ്ടും നമുക്ക് കാണണം, ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും കാണണം, ഇനിയും വരണം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു. മഞ്ചേരി പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. പ്രോബ്ലം എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു ആ പ്രോബ്ലം? അറ്റാക്കിങ് കൂടുന്നു, ലോ ആവേണ്ട സമയത്ത് അറ്റാക്കിങ് കൂടുന്നു, അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് ലോ ആവുന്നു, അല്ലേ? മഞ്ചേരി പലപ്പോഴും അതിലൂടെ പറഞ്ഞിട്ടുണ്ട് മൈക്ക് നേരെ പിടിക്കണം, അല്ലേ? അതൊരു പ്രോബ്ലം ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഡേഞ്ചർ സോണിൽ വന്ന ആളാണ്. ചാപ്റ്റർ 3 വിന്നറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു ആതിരെ പോലെ ഒരു മത്സരാർത്ഥി ഡേഞ്ചർ സോണിൽ എത്തുക എന്നുള്ളത്. ആതിര മുൻപോട്ടാണോ പുറകോട്ടാണോ ഈ 4ാം വാരത്തിലെത്തിയപ്പോൾ സംഭവിച്ചത്? അറിയില്ല. ആതിര, ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഡേഞ്ചർ സോണിലൊക്കെ എത്തിയ ഒരാളായതുകൊണ്ടും ഗോൾഡൻ ബസർ നേടാൻ അല്ലെങ്കിൽ നേടിയിട്ടുള്ള ഒരാളായതുകൊണ്ടും ഈ ഒരു 4ാം വാരത്തിൽ വന്ന് ഗോൾഡൻ ബസർ അടിച്ച് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത് നമ്മൾ അറിയാൻ പോകുന്നത് സേഫ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ആതിര, എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എനിക്കും അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ആതിര, അതുകൊണ്ട് ഞാൻ റിസൾട്ട് പറയാണ്. ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ കണ്ണു നിറഞ്ഞു പോയി. എന്റെയും. അപ്പൊ ആതിര എന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ചക്ക് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂളല്ലേ? ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഞാൻ ടെൻഷൻ ആക്കുന്നതിന് മുമ്പേ ഞാൻ റിസൾട്ട് പറഞ്ഞില്ലേ? ഇപ്പൊ കൂള ആതിര. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യൂ. മത്സരാർത്ഥികളല്ല, മത്സരാർത്ഥികൾ എന്ന് പെട്ടെന്ന് പറഞ്ഞത് അതൊരു ഡ്യുവറ്റ് റൗണ്ട് ആയതുകൊണ്ടാണ്. അതെ, ഡ്യുവറ്റ് റൗണ്ട് ആണ്. നമ്മുടെ മത്സരാർത്ഥിയുടെ കൂടെ ഒരു അടിപൊളി സിംഗറെ കൂടി നമ്മൾ ഇറക്കുന്നുണ്ട്. രണ്ടുപേരും കൊച്ചിക്കാരാണ്. രണ്ടുപേരും കൂടി ഒരു കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെ പാടണമെന്നാണ് എന്റെ ആഗ്രഹം. നമുക്ക് കണ്ടറിയാം. നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം. അൽക്ക ആൻഡ് ബിബിൻ സേവ്യർ. കഴിഞ്ഞ ആഴ്ച എനിക്ക് എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ടിൽ കുഴപ്പമില്ലാതെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റി, നല്ല കമൻസ് ഒക്കെ കിട്ടി. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ്. അതിൽ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് വിപിൻ സേവ്യർ എന്ന് പറഞ്ഞ സിംഗറായിട്ടാണ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. സുഖല്ലേ? സ്റ്റൈലായിട്ടുണ്ടല്ലോ. അതെ, അൽക്കിൻ കട്ടക്ക് പിടിച്ചു. നമസ്കാരം. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം ഈ വേഷത്തിലൊക്കെ? അതെ, രണ്ടുപേരും കൊച്ചിക്കാരാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ പറയായിരുന്നു കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടാണോ പാടാൻ വരുന്നത്? അതെ. ഏതാ? കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള പാട്ട്. അത് ഏത് പാട്ടാ? വാസ്കോ ഡ ഗാമ. ഓ, നമ്മുടെ വിപിൻ പാടിയത് തന്നെയാണല്ലോ. കൊള്ളാം. അപ്പൊ അതേ അതേ സിംഗർ തന്നെ കൂടെ പാടാനുള്ള അതൊരു വലിയ ഭാഗ്യം. അപ്പോ വിപിൻ ചേട്ടാ, അപ്പോ എന്തായാലും പൊളിക്ക്. വിപിൻ ചേട്ടാ, നമുക്കറിയാം തിരക്കിൽക്കിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അൽക്കെ കൂടെ വിടുവാണ്. ഗോൾഡൻ ബസർ, ഗോൾഡൻ ചെയർ, ഇതായിരിക്കണം ലക്ഷ്യം. അതെ. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും തകർക്കാനുള്ള സമയമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
തിറയടിയായി പുതുവർഷം കാണാൻ താളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേ ഒന്നായി ചിറകടിയായി കൊച്ചിയിലെ മച്ചുണനെ കച്ചമുറുക്ക് തപ്പുകളും തകലുകളും പൊറുതി മുഴക്ക് കുട്ടണിയും നാളുകളെ കൊട്ടിയടക്ക് പട്ടണവും ജീവിതവും കഴുകി മിന്നുക്ക് വിപിൻ ചേട്ടാ, അൽക്ക, നിങ്ങൾ രണ്ട് കൊച്ചിക്കാരും കൂടി ഞങ്ങളെ കൊച്ചിൻ കാർണിവൽ കാണിച്ചു അല്ലേ? അതെ. ഗംഭീരായിരുന്നു, രണ്ടുപേരും കൂടി തകർത്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അൽക്ക, എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് നമ്പേഴ്സ് അധികം പാടാറില്ല തോന്നുന്നുണ്ട്. അധികം പാടാറില്ല. ആ, ഇവിടെ മ്യൂസിക് ലൈഫിൽ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടി തുടങ്ങിയത്. അപ്പൊ എങ്ങനെ ഇമ്പ്രൂവ് ഉണ്ടോ? തുടക്കത്തില് ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഇവിടെ എത്തിയപ്പോ ഉണ്ടോ? അവരോട് ചോദിച്ചാലോ? നമുക്ക് ചോദിക്കാം. ശരി, മഞ്ജരി, ഇമ്പ്രൂവ് ആയോ? ഇമ്പ്രൂവ് ആയോ അൽക്ക? അയ്യോ, അപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആദ്യം വിപിനോട് പറയട്ടെ. വിപിൻ, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ ഒരു പാട്ട് സ്വന്തം പേരില് ഇറങ്ങിയല്ലോ, അത് മനോഹരായിട്ട് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. അൽക്കയ്ക്ക് വിപിന്റെ കൂടെ പാടാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് എനിക്ക് തോന്നുന്നു വിപിന്റെ ഒരു എനർജി അൽക്ക ഇങ്ങനെയൊന്നും ഇറങ്ങി പാടുന്ന ആളല്ല, പക്ഷെ വിപിനിലൂടെ ആ ഒരു എനർജി അൽക്കയ്ക്ക് കിട്ടി. ചേട്ടാ, സ്റ്റേജിൽ വരുമ്പോ ചേട്ടൻ കുറച്ചും കൂടിയൊക്കെ സ്റ്റെപ്പൊക്കെ കളിക്കണോട്ടാ. തിരിച്ചു പറഞ്ഞു. കാരണം ഞാൻ കളിക്കില്ല അധികം, ചേട്ടൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അതാണോ? മൊത്തത്തിൽ കളറായി. ഗംഭീരായിരുന്നു. എനിക്ക് ഡാൻസേഴ്സും എല്ലാം കോസ്റ്റ്യൂമും കളേഴ്സും എല്ലാം കൂടെ ശരിക്കും ഒരു ഡിസ്കോ ഫീൽ ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ഗംഭീരായി എന്ന് പറയാ. അൽക്ക, എനിക്ക് അൽക്കയുടെ ഒരു മാറ്റം ഇഷ്ടപ്പെട്ടു. പുതിയ രൂപം, പുതിയ സ്റ്റൈൽ, പുതിയ ഭാവം, പുതിയ പാട്ട്, എല്ലാം കൊണ്ടും നന്നായി പാടി അൽക്ക. വെരി നൈസ്. ഒരു ഡിഫറെന്റ് ടോൺ അൽക്കയുടെ. ഇപ്പൊ ബേസ് വോയിസ് പാടുമ്പോൾ ഉള്ള ഒരു ടോൺ വളരെ നല്ലതാണ്, ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് നൈസ്. അപ്പൊ കീപ് ഇറ്റ്. ഒരു സജഷൻ മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി ലൈൻസ് ഉള്ള ഒരു പാട്ട് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വിപിനാണ് ലൈൻസ് പാടുന്നത്. അപ്പൊ നമുക്ക് അൽക്കനെ ജഡ്ജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ കുറച്ച് ലൈൻസേ അൽക്ക പാടുന്നുള്ളൂ ഇതില്. സോങ് നല്ല സോങ് ആണ്, പക്ഷെ മേ ബി കുറച്ചുകൂടെ ലൈൻസ് അൽക്കയ്ക്ക് എടുക്കായിരുന്നു. ഇവിടെ നിന്ന് സേഫ് ആവുകയാണെങ്കിൽ അടുത്ത ഒരു ടിപ്പ് മാത്രം. ഓക്കെ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫീലിംഗ്. അതർവൈസ് കലക്കൻ പെർഫോമൻസ്. അപ്പൊ എന്തായാലും വിപിൻ ഇന്ന് പാടിയത് അസലായിരുന്നു, അടിപൊളി കേട്ടോ, ഉഗ്രനായിരുന്നു. വിപിൻ പിന്നെ റഹ്മാൻ സാറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ? വലിയൊരു ആരാധകനാണ് വിപിൻ. എന്തായാലും തകർത്തുന്ന്. അൽക്ക ഭയങ്കര ബുദ്ധിജീവിയാണല്ലോ. ഭയങ്കര ബുദ്ധിയാണല്ലോ അൽക്കക്ക്. വരികൾ കൂടുതൽ ഡാൻസും ചെയ്തോളാൻ പറഞ്ഞു, പാട്ടും പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മാത്രല്ല, മാർക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടെ അല്ലേ മാർക്ക് കിട്ടുക അല്ലേ? ആകെ കുറച്ച് ഭാഗമുള്ളൂ അൽക്കയ്ക്ക് പാടാൻ ഇതില്. അപ്പൊ എന്തായാലും
പാട്ട് പാടിയതൊക്കെ നല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കാരുടെ ഇങ്ങനെ ഒരു വോയിസ് കേൾക്കുന്നത്. താങ്ക് യു സർ. പക്ഷെ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ കൊതിച്ചു പോയി, ആൾക്കാർ അതെ, ആഗ്രഹിച്ചു പോയി. അതെ, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ. അല്ലെങ്കിൽ ഈ ലൈറ്റ് അങ്ങനെ തെളിഞ്ഞാനെ. പാടിയത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മത്സേട്ടാ, താങ്ക് യു. കുറച്ചും കൂടി വരികൾ പിശുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി പാടുക. അതെ, കുറച്ചും കൂടി സ്റ്റെപ്സ് ഒക്കെ പിശുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി കളിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മത്സേട്ടാ. ആശേച്ചി, അൽക്ക, എന്തോ മോളിപ്പം മനസ്സിൽ വിചാരിക്കുന്ന ഇങ്ങനെയല്ലേ, ഞാൻ സെലക്ട് ചെയ്തൊരു പാട്ട് അതിന്റെ ഒറിജിനൽ സിംഗറിന്റെ കൂടെ പാടാൻ കിട്ടിയ ഒരു അവസരത്തിൽ വരി കുറഞ്ഞു പോയത് എന്റെ തെറ്റാണോ? അങ്ങനെയാണ് ഇപ്പൊ ആലോചിച്ചേ? അങ്ങനെ ആലോചിച്ചു. വരി കുറഞ്ഞു പോയത് എന്റെ തെറ്റാണോ മധുചേട്ടാ? അല്ലെ മഞ്ജരി ചേച്ചി, അങ്ങനെയല്ലേ ആലോചിച്ചേ അല്ലേ? പക്ഷെ സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നല്ലൊരു വലിയ കാര്യമാണ് കേട്ടോ മോളെ. ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ പാടാൻ കിട്ടിയ അവസരം, ആ ഓപ്പർച്യൂണിറ്റി മോള് യൂട്ടിലൈസ് ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരുപാട് സിംഗേഴ്സ് ഇവിടെ വന്ന് പാടി, പക്ഷെ ഒറിജിനൽ പാട്ട് അദ്ദേഹം തന്നെ പാടിയ പാട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ കൂടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ കൂടെ പാടിയതിന് താങ്ക് യു സോ മച്ച് വിപിൻ. വളരെ സന്തോഷം ഇതിലേക്ക് എൻകറേജ് ചെയ്യുന്നതിന്. ഓൾ ടുഗദർ ഒരു പെർഫോമൻസ് ലെവൽ നല്ലതായിരുന്നു. പക്ഷെ ഈ വരി കുറഞ്ഞു പോയത് മാത്രമാണ് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വരിയാണ്. പക്ഷെ ഒരു പെർഫോമൻസ് ലെവൽ എന്ന രീതിയിൽ ഇറ്റ് വാസ് റിയലി നൈസ്. ഡാൻസേഴ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം എനിക്ക് ആൾക്കാർ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം, കുറവൊന്നും ആയിരുന്നില്ല. ചെറിയ സ്റ്റെപ്സ് ഒക്കെ അതൊക്കെ ചെയ്തു. ഓൾ ദി വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. കൺഗ്രാറ്റുലേഷൻസ്, വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ വിപിൻ ചേട്ടാ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ മ്യൂസിക് വോയിസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ റിസൾട്ടിനുള്ള സമയമാണ്. ഡേഞ്ചർ സോണിൽ എത്തി കഴിഞ്ഞാലും അൽക്ക തിരിച്ചു വരും, അതിനുള്ള ആത്മവിശ്വാസം ഉണ്ട് ഇല്ലേ? അപ്പോൾ ഡേഞ്ചർ സോണിൽ എത്തിക്കഴിഞ്ഞാലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു എക്സ്പീരിയൻസ് ആണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം എലിമിനേഷനിൽ വരുന്നു. ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചിലവർക്ക് ഡേഞ്ചർ സോണിൽ പോകണം, എന്നിട്ട് തിരിച്ചു വരണം, പാട്ടുപാടി തിരിച്ചു കയറി വരണം. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡൻ ചെയർ മേടിക്കുക. റിസൾട്ട് പറയട്ടെ അൽക്ക? ടെൻഷൻ ഒന്നുമില്ലല്ലോ അൽക്ക? ഞാൻ അധികം ടെൻഷൻ അടിപ്പിച്ച സമയം കളയുന്നില്ല. റിസൾട്ട് പറയാം, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അൽക്കിപ്പോൾ സേഫ് ആയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് സേഫ് ആയിട്ടുള്ളത്. അൽക്ക, യു ആർ സേഫ്. ബട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും പറയുവാണ്, ഒരു ചെറിയ 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ആ ബേസ് മാർക്കിന് മുകളിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറ്റി തിരിച്ചു വരണം, ആ ഗോൾഡൻ ചെയർ അടിച്ചെടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മത്സരമാണോ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണോ, അതോ സംസാരിക്കും? നമ്മൾ കേൾക്കാൻ പറഞ്ഞോളൂ. ഡെയിന് കുപ്പായം കൊള്ളാം, നല്ല രസമുണ്ട്, ഗെറ്റപ്പ് നന്നായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ മാലയാണ്, രണ്ടുപേരുടെയും, ആശേച്ചിയുടെയും മഞ്ജരിയുടെയും. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? മാല ആശ ചേച്ചിയുടെ ഗിഫ്റ്റ് ആണ് എനിക്ക്. ആശ ചേച്ചിക്ക് ഒരു കളക്ഷൻ ഉണ്ട് ഇങ്ങനെ. ഇതിന്റെ ഇടയിൽ ഗിഫ്റ്റ് കൊടുക്കലും കൈമാറലൊക്കെ ആശ ചേച്ചിയുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ട്. അല്ല അങ്ങനെയല്ല ഡെയിൻ, എനിക്കിങ്ങനെ നേരത്തെ ചോദിച്ചില്ലേ, മാലകൾ, കമ്മലുകൾ, ഡാൻസ് ജ്വല്ലറി, ഡാൻസ് കോസ്റ്റ്യൂം, നല്ല നല്ല സാരികളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. അങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ ആശാശ്രത് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംരംഭം തുടങ്ങി. സത്യം ആണുങ്ങൾക്ക് പറ്റിയൊന്നുമില്ല, എനിക്കൊരു പരിഭവമുണ്ട്. ആണുങ്ങൾക്ക് ഇടാലോ ഇതുപോലത്തെ മാല. പണ്ട് രാജാക്കന്മാരിടുമായിരുന്നു. രാജാക്കന്മാരില്ല, അപ്പൊ ഞാൻ കിരീടം കൂടി ഒക്കെ വെക്കേണ്ടി വരും.